അശ്രദ്ധ കാരണം 13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ ജീവൻ നഷ്ടമായി എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് കൊടുവള്ളിയിൽ നിന്നും പുറത്തു വന്നത്. ഇത്തരത്തിൽ അശ്രദ്ധ കൊണ്ട് ഇങ്ങനെ ഒരു ജീവൻ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ആ വീട്ടുകാരോ അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്തിരുന്ന ആളുകളോ ഒന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. കൊടുവള്ളി കരുവൻപോയിൽ കല്ലുവീട്ടിൽ KV മുഹിയുദ്ദീൻ കുട്ടിയുടെ മകൾ ഖദീജ നജയാണ് കഴിഞ്ഞ ദിവസം അതിദാരുണമായി മരണത്തിന് കീഴടങ്ങിയത്. ഈ കഴിഞ്ഞ ബുധനാഴ്ച വൈകുന്നേരം 4:30 അപകടം സംഭവിക്കുന്നത്. ഇവരുടെ വീട് നവീകരിക്കുന്നതിന്റെ ഭാഗമായി വീട്ടിൽ നിർമ്മാണ പ്രവൃത്തികൾ നടന്നു വന്നിരുന്നു. ടൈൽസ് വർക്കിന്റെ ജോലികളാണ് കഴിഞ്ഞ ദിവസം നടന്നിരുന്നത്. ജോലിക്കാർ ജോലി കഴിഞ്ഞ് വീട്ടിൽ നിന്നും പോയ ശേഷം പെൺകുട്ടി ബാത്റൂമിലേക്ക് പോയതായിരുന്നു. എന്നാൽ അതിനിടെ അബദ്ധവശാൽ നിലത്ത് കിടന്നിരുന്ന വയറിൽ ചവിട്ടിയതോടുകൂടി പെൺകുട്ടി ഷോക്കേറ്റ് തെറിച്ചു വീഴുകയാണുണ്ടായത്. ഉടൻ തന്നെ വീട്ടുകാർ കോഴിക്കോടുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഈർപ്പമുള്ള നിലത്ത് കിടന്നിരുന്ന വയറിലൂടെ വൈദ്യുതി പുറത്തേക്ക് പ്രവഹിച്ചതാണ് വൈദ്യുതാഘാതമേൽക്കാൻ ഇടയായത് എന്നാണ് കരുതുന്നത്. വൈദ്യുതി ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ എത്രത്തോളം ശ്രദ്ധ കൊടുക്കണമെന്നതിന്റെ ആവശ്യകതയും ഈ സംഭവം നമുക്ക് കാണിച്ചു തരുന്നു. എത്രയോ അപകടങ്ങൾ ഇത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കപ്പെടുന്നുവെന്ന് പറയുന്നത് ഏറെ ആശങ്കയ്ക്കിടയാക്കുന്ന ഒന്നു തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും വൈദ്യുതി ഉപകരണങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാൻ പഠിക്കുക. മരണപ്പെട്ട നജ കരുവൻപോയിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ആശുപത്രി നടപടികൾക്ക് ശേഷം നജയുടെ മൃതദേഹം ഇന്നലെ ഉച്ചയോടെ ചുള്ളിയാട് ജുമാ മസ്ജിദിൽ ഖബറടക്കി. ഫാത്തിമയാണ് നജയുടെ മാതാവ്. ഉവൈസ് നൂറാനി, അബ്ദുൾ മാജിദ്, ഹന്ന ഫാത്തിമ എന്നിവർ സഹോദരങ്ങളുമാണ്. എന്തായാലും പെൺകുട്ടിയുടെ ആകസ്മികമായ ഈ വിയോഗം ആ നാടിനെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്.